മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ റമദാൻ ശരീഫിന്റെ മഹത്വം ബഹുമാനപ്പെട്ട സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ വലിയ ഒരു ഹദീസിൽ കുറച്ച് ഭാഗം ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മാസത്തിന്റെ പുണ്യവും പവിത്രതയും നേട്ടവും മഹത്വവും ഒക്കെ ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ആകയാൽ ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല. ആകയാൽ ബഹുമാനപ്പെട്ട സ്വഹാബത്തെ റമദാൻ ശരീഫിൽ നിങ്ങൾ അധികരിപ്പിക്കണം. നാല് കാര്യമാണ് റമദാൻ ശരീഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. എത്ര കാര്യം? 4 കാര്യം നിങ്ങൾ അധികരിപ്പിക്കണേ. അതിൽ 2 കാര്യം നിങ്ങളുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്താനുള്ളതാണ്. 2 അല്ലാഹനെ തൃപ്തിപ്പെടുത്താൻ, ബാക്കി 2 അത് നിങ്ങൾക്ക് കൂടാതെ കഴിയാത്തതാണ്, നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതാണ്. അപ്പൊ 2 അല്ലാഹും 2 ഒന്ന് പറയും നമ്മക്കും. ആദ്യം എന്താ വേണ്ടേ? അല്ലാഹനെ തൃപ്തിപ്പെടുത്തണം. നമ്മളിപ്പോ ഇരിക്കുന്നത് കാലം തൃപ്തിപ്പെടുത്താനാണ്, കുറക്കാൻ തൃപ്തിപ്പെടുത്താനാണ് അല്ല, നമ്മൾ അല്ലാഹനെ തൃപ്തിപ്പെടുത്താനാണ് നമ്മളിരിക്കുന്നത്. ഇത്രയും നേരം നമ്മളിരുന്ന് നോക്കി നമ്മുടെ നാട്ടിൽ തന്നൊരു വേറെ ആൾക്കാരില്ലേ, അവർ നീ വഴിക്ക് വരാക്കും, അത് അവരെ പഠിച്ചവരാവട്ടെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാ ചിന്തകളും പ്രവർത്തനങ്ങളും ഇപ്പൊ നമ്മൾ ദിക്റൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ദുആ ചെയ്യും. എന്താണ്? ഇലാഹി അൻത മഖ്സൂദി വരിവാക മത്ലൂബി. എന്താ പറയുന്നത്? അല്ലാഹുവേ, നിന്റെ പൊരുത്താണ് എന്റെ നേട്ടം. അപ്പൊ നമ്മൾ ആരെ പൊരുത്തം നേടിയിരിക്കുന്നത്? അല്ലാഹനെ തൃപ്തിപ്പെടുത്തിയാലേ നമുക്ക് രക്ഷയുള്ളൂ. അല്ലാഹ് നമ്മളെ തൃപ്തിപ്പെടട്ടെ. മറ്റു നബി തങ്ങളോട് പറഞ്ഞു, മുഅ്മിനീങ്ങളെ, റമദാനിൽ 2 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ അല്ലാഹനെ സന്തോഷിപ്പിക്കണം, തൃപ്തിപ്പെടുത്തണം. ആദ്യം ആ 2 നമുക്ക് പോകാം. നമ്മളൊക്കെ റമദാനിൽ അധികമായി ചൊല്ലുന്ന ആ ദിക്ർ അതേതാ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഈ 2 കാര്യമാണ് അല്ലാഹനെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ ചെയ്യേണ്ടത്. മുത്തനബിതങ്ങൾ പറയാണ്, അല്ലാഹനെ തൃപ്തിപ്പെടുത്തുന്ന ആ 2 കാര്യം ഫശഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ഒരു സാക്ഷ്യവാക്യം നിങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. അതാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു റബ്ബേ, ഞാനിതാ പ്രഖ്യാപിക്കുന്നു റബ്ബേ, നീയല്ലാതെ മറ്റൊരാരാധ്യനേ ഇല്ല. ഇതാണ് നമ്മൾ പറയുന്നത്. ഇതിങ്ങനെ പറഞ്ഞാൽ അല്ലാഹ് നമ്മളോട് ഇഷ്ടം കൂടും. എന്താ വേണ്ടത്? ഉഷാറായിട്ട് ചൊല്ലുക. ഇത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് കേൾക്കുമ്പോൾ തന്നെ അല്ലാഹ് നമ്മളോട് ഇഷ്ടം വരും. ഇത് ചൊല്ലി 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 നിങ്ങൾ അല്ലാഹുവിനെ സന്തോഷിപ്പിക്കണേ. 2ാമത്തെ കാര്യം, അല്ലാഹ് നമ്മളോട് ഇഷ്ടമാണോ ഉണ്ടാകുക, ദേഷ്യം ഉണ്ടാകുക? കയ്യിലിരിപ്പൊക്കെ നോക്കുമ്പോ മനസ്സിലായില്ല. നമ്മുടെ കയ്യിലിരിപ്പൊക്കെ നമ്മളിങ്ങനെ കൂട്ടി നോക്കുമ്പോ അല്ലാഹ് നമ്മളോട് ദേഷ്യം ഉണ്ടാകുക, ഇഷ്ടം ഉണ്ടാകുക, എന്തെങ്കിലും ഉണ്ടാകുക? ഒന്ന് പറയുമ്പോഴേ എന്തൊരു മടി. അത് ഏറ്റി പറയുമ്പോഴും ഒരു ദൗർബല്യമുണ്ട്. എന്തെങ്കിലും ഉണ്ടാകുക അല്ലാഹ് നമ്മളോട് സ്നേഹം ഉണ്ടാകുക, ദേഷ്യം ഉണ്ടാകുക. അപ്പൊ നമ്മുടെ കയ്യിലിരിപ്പും കാട്ടിക്കൂട്ടലും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഏകദേശം നമുക്കറിയാം അല്ലാഹ് നമ്മളോട് ഭയങ്കര നിങ്ങളെ അല്ലാഹ് ദേഷ്യം ഉണ്ടാവും. നമ്മൾ പുറത്തു തരട്ടെ. ഇഷ്ടം ഉണ്ടാകാൻ മാത്രമൊന്നും നമ്മുടെ കയ്യിലില്ല. ഉണ്ടോ? അപ്പൊ ചിലപ്പോൾ അബ്ബാക്ക് 4 നിസ്കരിച്ച് അബ്ബാക്ക് ഭയങ്കര എടുക്കുന്ന സാധുക്കളാണ് നമ്മൾ അള്ളാഹിനോട് പറയാൻ പഠിച്ചവരെ. സാധുക്കൾ
നമ്മൾ സാധുക്കളാണ്. നമ്മൾ നമ്മുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ റബ്ബിന്റെ മുമ്പിൽ അങ്ങോട്ട് താന്ന് കൂന്ന് പറയല്ലേ. അപ്പൊ ഏറെക്കുറെ നമുക്ക് ഉറപ്പാണ് അല്ലാതെ നമ്മളോട് എന്താവാം, ദേഷ്യമുണ്ടാകാം. എന്തായിരിക്കും ഒരു കാരണം? ഭർത്താവാക്കൽ പലപ്പോഴും ദേഷ്യം ഉണ്ടാകുമല്ലോ. എന്തായിരിക്കും കാരണം? പറയുന്നത് വെറുതെ ദേഷ്യം ഉണ്ടാകുമോ? അള്ളാഹ് റഹീമാണ്. പിന്നെ ദേഷ്യം ഉണ്ടാകാൻ, ദേഷ്യം ഉണ്ടാവാൻ അള്ളാഹ് ദേഷ്യം ഉണ്ടാവാനുള്ള കാരണം അള്ളാഹ് ചെയ്യരുതേന്ന് പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യൻ ചെയ്താൽ അള്ളാഹ് ദേഷ്യാണ്. ചെയ്യണേന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്നാലും അള്ളാഹ് ദേഷ്യാണ്. അപ്പൊ ഉറക്കെ മനസ്സിലായി എന്തുണ്ടാവും? ദേഷ്യം ഉണ്ടാവാം അല്ലെ? കാരണം നമ്മൾ പറഞ്ഞൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. ചെയ്യരുതേന്ന് പറഞ്ഞ പലതും നമ്മൾ എന്തായിട്ടുണ്ട്, ചെയ്തു പോയിട്ടുണ്ട്, പറ്റിപ്പോയിട്ടുണ്ട്. പഠിച്ചവരെ പുറത്തു തരണേ, അഭിമത പുറത്തു തരണേ. നിങ്ങളെ ഇടക്കിടക്ക് ഇങ്ങനെ അള്ളാഹുവോട് ഇങ്ങനെ പറയുമ്പോ ചിലപ്പോ ഒരൊറ്റ വാക്ക് മതി. ഒരുപാട് കാലം ഇങ്ങനെ സുജൂദിൽ കിടന്ന് കരയൊന്നും വേണ്ട, മനസ്സ് തട്ടി ഒരൊറ്റ വാക്ക് മതി അള്ളാഹ് പുറത്തു തരാൻ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അള്ളാഹുവിന് നമ്മളോട് ദേഷ്യമാകാൻ കാരണം നാം ചെയ്തു കൂട്ടിയ നമ്മുടെ കയ്യിലിരിപ്പാണ്, നമ്മുടെ പാപങ്ങളാണ്, തെറ്റുകുറ്റങ്ങളാവാം അല്ലെ. ഞാനൊന്നുമല്ല, എന്റെ അടുത്തൊന്നുമില്ല. ഇമാം ഷാഫി തങ്ങളെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇമാം ഷാഫി തങ്ങൾ 7 വയസ്സിൽ ഖുർആൻ മനപ്പാടാക്കി. ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടുണ്ട്. റമദാനിൽ 2 ഖത്തം ഓരോ ദിവസത്തിലും. മനസ്സിലായില്ല. പിന്നെ പ്രായപൂർത്തി 16 വയസ്സ് മുതൽ രാത്രിയെ 3 ആക്കി ഭാഗിച്ച് ഒരു ഭാഗം നിസ്കാരം, ഒരു ഭാഗം പഠനം, ഉറക്കം, ഒരു ഭാഗം ഇൽമിന്റെ പഠനവുമായി ജീവിച്ചു. അങ്ങനത്തെ മഹാനാണ്. എപ്പോഴും പറഞ്ഞില്ല സ്വർഗത്തിൽ അറിയില്ല. അപ്പൊ പിന്നെ നമ്മളെ കാര്യം എന്താണ്? ഇമാം ഷാഫിഈ തങ്ങൾ അത്രമാത്രം ഇറങ്ങിച്ചെന്നെങ്കിൽ ഇത് എന്തിനെങ്കിലും പിടുത്തം പിടിക്കും. ഞാൻ ചോദിക്കുന്നതാണ്, ഇമാം ശാഫിഈ തങ്ങൾ പരസ്യമായി ഉറക്കം പറയും, പഠിച്ചവരേക്ക് സ്വർഗത്തിന് അർഹതയില്ല. പക്ഷേ നരകതീയിൽ സഹിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് പുറത്തേറെ ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞു, പിന്നെ എന്തിനാണ് ഈ മസ്ജിദ് ഇറങ്ങ്. നമ്മുടെ പ്രവർത്തനങ്ങൾ, പെരുമാറ്റങ്ങൾ, സ്വഭാവങ്ങൾ, ഇടപാടുകൾ, ഇടപെടലുകൾ കൊണ്ട് അല്ലാഹുവിന് നമ്മോടൊരു പക്ഷേ ഉണ്ടാവാം. നിങ്ങള് ദേഷ്യണ്ടാകാൻ കുറച്ചോ പുറത്തട്ടെ. അതുകൊണ്ടാ മുത്തനബിതങ്ങൾ പറഞ്ഞതിൽ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തണം. എങ്ങനെ? അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിയിട്ട് അല്ലാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടി മാപ്പ് തേടിക്കൊണ്ടേയിരിക്കണം റമദാനിൽ. അപ്പോ ആദ്യം അള്ളാഹ് എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നമ്മൾ അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചു. രണ്ടാമത്തെ കാര്യം എന്താണ്? ഞാൻ ചെയ്ത പാപങ്ങളൊക്കെ പുറത്തു തരണേ. അതാണ് രണ്ടാമത് പറയുന്നത്. പഠിച്ചവനെ, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. നിങ്ങൾ കേൾക്കുമ്പോ അള്ളാഹ് ഭയങ്കര ഇഷ്ടാവും. അള്ളാഹ് ഭയങ്കര ഇഷ്ടാവും. ഒരു അടിമ തന്നിലേക്ക് പശ്ചാത്തപിച്ച് പൊറുക്കലിനെ തേടി വന്നാൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കും. അല്ലല്ലാതെ ആരെ കൊടുക്കുകയാണ്? നമ്മൾ മഗ്ഫിറത്തിന്റെ പത്തിൽ പാപമോചനത്തിന്റെ ഗൗരവങ്ങൾ പങ്കുവെക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, 2 അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ. ഏതൊക്കെ? ഒന്ന്, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് നമ്മൾ പറയുമ്പോ. 2, ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോ അള്ളാഹു തൃപ്തിപ്പെടുന്നു. അല്ലാഹ് തൃപ്തിപ്പെട്ടാലേ പിന്നെ നമ്മൾ രക്ഷപ്പെടുള്ളൂ. ഇനി പറയുന്ന 2 കാര്യം നമ്മുടേതാണ്. ഏതൊക്കെ? അസ്അലുകൽ ജന്ന. അല്ലാഹുവേ, നിന്നോട് ഞാൻ സ്വർഗം യാചിക്കുന്നു റബ്ബേ. ഇതിപ്പോ ആവശ്യം? അല്ലാഹുവിന്റെ ആവശ്യം? നിങ്ങൾ പറയും അല്ലാഹുവിന്റെ ആവശ്യമാണോ? നമ്മുടെ ആവശ്യമില്ലേ? ചോദിക്കണ്ടേ പഠിച്ചവനോട്? അല്ലാഹുവേ, സ്വർഗം തരണേ. അതാണ് നമ്മൾ ചോദിക്കുന്നത്. അത് നിങ്ങളുടെ ആവശ്യമാണ്. മുത്തനബി പറയാ, സഹാബത്തെ 2 നിങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് മനം നിറഞ്ഞ് ധാരാളം ചോദിച്ചോ, കണ്ണ് നിറഞ്ഞ് ചോദിച്ചോ, അല്ലാഹു തരും. അതുകൊണ്ട് അസ്അലുകൽ ജന്ന, നിന്നോട് ഞാൻ സ്വർഗം യാചിക്കുന്നു.
പിന്നെ വഅഊദു ബിക മിനന്നാർ. നാലാമത്തെ കാര്യം നരകം. അള്ളാഹ്ക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അള്ളാഹ് എവിടെ കൊണ്ടുപോയിടുക? പക്കം പറയും നരകത്തിലല്ലേ. സുബ്ഹാനല്ലാഹ്. നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിക്കൊണ്ട് മിക്കവാറും നമ്മളെന്താ എവിടെ കൊണ്ടുപോയിടാൻ വിചാരിച്ചിട്ടാകുമ്പോ നരകത്തിലാവാം. ശഫീദങ്ങൾ പറഞ്ഞതുപോലെ കുറച്ചവരെ നരകത്തെ സഹിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല, ഞങ്ങളെ കാക്കണേ. വഅഊദു ബിക മിനന്നാർ. കുറച്ചവരെ നരകശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു റബ്ബേ. ഇനി പറയും, ഈ 4 കാര്യങ്ങൾ ഒപ്പം തോന്നി ആർക്കെങ്കിലും വേണ്ടി ചൊല്ലേണ്ടതാണോ, അതല്ല മനസ്സറിഞ്ഞ് കണ്ണ് നിറഞ്ഞൊക്കെ ചൊല്ലേണ്ടതാണോ? നിങ്ങൾ പറയും. അതിനുമില്ല, ഒന്ന് പറയും, ആണെങ്കിൽ അങ്ങനെയൊക്കെ പറയും. മനസ്സറിഞ്ഞ് ചൊല്ലണ്ടേ? ഇത് എന്താണ് നമ്മുടെ പള്ളിയിലൊക്കെ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള തൊഴിലെത്തും ആ ഒരു ആവശ്യങ്ങളാണല്ലോ. നിസ്സാര കാര്യങ്ങൾക്ക് എന്തെങ്കിലും സർക്കാരിനോടോ മറ്റുള്ളവരോടൊക്കെ വെക്കാനെടുക്കുമ്പോ എന്തൊരു ഉഷാറില്ല. നമുക്കൊക്കെ ഒരു തലമ തട്ടിയ മുസീബത്തൊക്കെ കുറിച്ചാൽ നമ്മളൊക്കെ നിലവിളിച്ചോടൂലേ? പ്രിയമുള്ളവരെ, ദുനിയാവിലെ വിഷമങ്ങൾക്ക് വേണ്ടി അലറിക്കരഞ്ഞ നമ്മള് അതൊക്കെ ഒരു പക്ഷേ നിസ്സാര കാര്യങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടും, അല്ലെങ്കിൽ മറ്റുള്ളവർ സഹായിച്ചത്. പക്ഷെ നരകവും സ്വർഗവും ആലോചിച്ച് നോക്കി, ആർക്കാ അത് വാങ്ങിത്തരാൻ പറ്റുക? ഏത് പടപ്പിനാണ് നമുക്ക് സ്വർഗം വാങ്ങിത്തരാൻ പറ്റുക? ആർക്കാണ് നമ്മളെ നരകത്തിന് രക്ഷപ്പെടുത്താൻ പറ്റുക? അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ ദുആ ചെയ്യുമ്പോ, മരണം വരെ ഈ ദുആ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെയൊന്നുമല്ല, ഇങ്ങനെ തന്നെ പിടിക്കണം. ദുആന്റെ അറിവിൽപ്പെട്ടവർ കൈ ഇങ്ങനെ പിടിക്കും. ചില രക്തര പറഞ്ഞ ഇങ്ങനെ പിടിക്കും. എന്തിനാ ഇങ്ങനെ പിടിക്കുന്നത്? ഞാൻ നിങ്ങളൊരു സാധനം വാങ്ങാൻ ഞാൻ വീട്ടിൽ തരികയാണ്, ഞാൻ ഇങ്ങനെ വാരി തരുമ്പോ ശരിക്കും കൈ പിടിക്കണം. ഇങ്ങനെ വാങ്ങാൻ ചെയ്യുന്നു. ഇതെങ്ങനെ പരമാവധി വലുതാക്കുന്ന ഇങ്ങനെയൊക്കെ കൂട്ടാൻ പറ്റുമല്ലോ. അപ്പൊ അമ്മമാരോട് എന്തിനു ചോദിക്കുമ്പോൾ ആ ഒരു ശീലം നമ്മുടെ പള്ളിയിലുണ്ടാവും. ഞാൻ എത്ര തവണ പറഞ്ഞില്ല, ഇങ്ങനെ തന്നെ പിടിക്കണം. ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് കണ്ണടച്ച് പിടിച്ചിരുന്നു കൊണ്ട് ചൊല്ലണം. ചൊല്ലിക്കുക ഉറക്കല്ലേ, മനസ്സറിയണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. പോരാ, നോടി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. നോടി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹു പുറത്തരട്ടെ, അല്ലാഹു പുറത്തരട്ടെ, നരകമോചനം തരട്ടെ, നരകമോചനം തരട്ടെ. അല്ലാഹുവേ, കാലമത്രയുമുള്ള ജീവിതം കൊണ്ട് സ്വർഗം കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല. അതിനുമാത്രമുള്ള സ്വർഗത്തെ ഞങ്ങളുടെ കയ്യിലില്ല. നിന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിലിടം തരണേ റഹ്മാനേ, സ്വർഗത്തിലിടം തരണേ റഹ്മാനേ. ഞങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്, ഞങ്ങൾ കാട്ടിക്കൂട്ടിയത് കൊണ്ട്, ചെയ്തു കൂട്ടിയത് കൊണ്ട് ഞങ്ങളെ അടിഭാരത്തില്ലായ്മ, അന്തികേടുകൾ, ഉച്ചവരെ ഇതൊക്കെ കാരണമായി നരകം കിട്ടാവുന്ന പലതും ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴായി